ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പൊ വന്നിട്ടുള്ളത് എക്സ്കോൺ 2025 സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു എക്സിബിഷൻ ആണ്, അതും എസ്പെഷ്യലി ഫോർ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം ഒരുപാട് ബ്രാൻഡുകളെ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുടെ പുതിയ പുതിയ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഡിസ്പ്ലേയിലുണ്ട്. നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാനും പഠിക്കാനും ഉള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഞാനുള്ള ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് TIL, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള വലിയൊരു മാനുഫാക്ചർ ആണ് കേട്ടോ TIL. ഇപ്പൊ കുറച്ച് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് രംഗത്ത് ഒരുപാട് പ്രൊഡക്റ്റുകളുള്ള ടീമാണ്. ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ശരിക്കും TILന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 1944 ഫൗണ്ടഡ് ആണ് കേട്ടോ. 81 ഇയേഴ്സ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ടീമാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇന്തോനേഷ്യ, യുക്രൈൻ, സൗത്ത് ആഫ്രിക്ക പോലെയുള്ള പല കൺട്രീസിലേക്കും ഇവര് ഒരുപാട് പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് TILനുള്ള കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കുറെ പ്രൊഡക്റ്റുകൾ TILനുണ്ട്. ഇന്ത്യസ് ഫസ്റ്റ് റഫ് ടെറൈൻ ട്രെയിൻ മാനുഫാക്ചർ ആണ്. ഇന്ത്യയിലെ ഫസ്റ്റ് 100 ടൺ ട്രക്ക് മൗണ്ടഡ് ട്രെയിനുകൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൊപ്പലർ ഡീസൽ ഇലക്ട്രിക് ട്രെയിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഇന്ത്യയിലെ ഡിഫൻസ് സിസ്റ്റത്തിനും ഒരുപാട് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വലിയൊരു ടീം അല്ലേ. അപ്പൊ ഇവിടെ ഇന്ന് പ്രധാനമായിട്ടും 3 പ്രൊഡക്റ്റുകളാണ് ഡിസ്പ്ലേയിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും, ലോഡഡ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, ഹാൻഡ്ലിംഗ് റീസ്റ്റാക്കേഴ്സ് ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇന്ത്യയിലെ TILന് 2 മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ഉള്ളത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമരാഗത്തി, രണ്ടാമത്തേത് കരാക്പൂർ. രണ്ടും വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ ഉള്ളത്. അത്യാവശ്യം വലിയ 2 മാനുഫാക്ചറിംഗ് യൂണിറ്റ് തന്നെയാണ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഓരോ പ്രൊഡക്റ്റിനെ ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കിയാലോ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റുകളെയൊക്കെ ഒന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിയൊക്കെ സാധിച്ചത്. സോ നിങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ആദ്യം നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ് ഈ കാണുന്ന വലിയൊരു മെഷീൻ നോക്കിയാൽ RT-RFT 8 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. വേൾഡിലെ തന്നെ ഫസ്റ്റ് റഫ് ടെറൈൻ MD കണ്ടെയ്നർ ഹാൻഡിലർ ആണ് കേട്ടോ. നോക്കിയാൽ എന്താ സൈസിന്. അത് മാത്രമല്ല, പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് റഫ് ടെറൈൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. ഏത് മോശം ടെറൈനിലും യൂസ് ചെയ്യാം. ഇത് 4x4 ആണ് താനും. ഈ ഒരു മോഡലിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, നോർമൽ വെഹിക്കിൾസ് ഒക്കെ അറിയാലോ, ഫ്രണ്ട് സ്റ്റിയർ ചെയ്യുന്ന അനുസരിച്ചിട്ടല്ലേ ബാക്ക് സൈഡ് വരുന്നത്. ഈ ഒരു മോഡലില് 4 വീലും ഒരേപോലെ സ്റ്റിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഹെവി ഡ്യൂട്ടി പർപ്പസിലും അല്ലെ ഹൈ പ്രൊഡക്ടിവിറ്റിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ആർട്സിലും പോർട്സിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് പൊതുവെ ഈ ഒരു മോഡൽസ് ഒക്കെ നമ്മൾ കാണുന്നത്. ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ MD കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ആ മുകളിലേക്ക് ഒന്ന് നോക്കിയേ. ആ ഒരു ബൂമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 12.6 മീറ്റർ ആണ് കേട്ടോ. അതില് ഈ ഒരു സ്റ്റാക്കിംഗ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും വളരെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു സ്റ്റാക്കിംഗ് ആണ്. ഇതിൽ തന്നെ 4 കണ്ടെയ്നേഴ്സ് നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കീ ഫീച്ചർ വരുന്നത്. അതായത് ഹാൻഡ്ലിംഗ് അപ് ടു 4 ഹൈ ക്യൂബ് കണ്ടെയ്നേഴ്സ് വിത്ത് ഫാസ്റ്റ് സൈക്കിൾ ടൈംസ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് 4 കണ്ടെയ്നേഴ്സ് വരെ അടുക്കി നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ 40 ഫീറ്റിന്റെയും 20 ഫീറ്റിന്റെയും ഒക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ ഓപ്പറേറ്റർ ഫ്രണ്ട്ലി കൂടിയാണ്. ഈ ഒരു സ്പ്രെഡേഴ്സ് റൊട്ടേറ്റിംഗ് ആംഗിൾ നോക്കി കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ 95 ഡിഗ്രിയും ക്ലോക്ക് വൈസ് ആണെങ്കിലും 185 ഡിഗ്രിയും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഹൈഡ്രോളിക്സ് ഒക്കെ ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോളിക് സിസ്റ്റം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ വീൽ സൈസ് നോക്കിയേ. ഏകദേശം എന്റെ ഒരു ഹൈറ്റിന്റെ അടുത്ത് എത്രത്തോളം വരുന്നുണ്ട്. സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 23.5 25ലാണ് സൈസ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഭാഗം നോക്കാം, ക്യാബിനിലേക്ക് കയറണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഉയരത്തിലാണ്. മെയിൻ ഭാഗമാണല്ലോ. ഭയങ്കര ചെറിയൊരു ക്യാബിൻ വിത്ത് കുറെ അധികം കാര്യങ്ങൾ ആഡ് ഓൺ ആണ് ഈ ഒരു മോഡലിൽ. അതായത് ഫുള്ളി ഓപ്പറേറ്റഡ് ബൈ ജോയ്സ്റ്റിക് ആണ്. നോക്കിയേ, നമ്മൾ ഗെയിംസ് ഒക്കെ കളിക്കുന്ന പോലെ ജോയ്സ്റ്റിക് ഓപ്പറേറ്റർ ആണ് ഫുൾ. അതായത് ഇതിന്റെ ആ ഒരു സ്റ്റാക്കിന്റെയും അല്ലെങ്കിൽ ഓവറോൾ ബൂമിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ജോയ്സ്റ്റിക് ത്രൂ ആണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, അതായത് ഈ ഒരു വെഹിക്കിളിന്റെ ഈച്ച് ആൻഡ് എവറി പാർട്ടിന്റെ ഫുൾ അലേർട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റും. എല്ലാ വാർണിംഗും അറിയാൻ വേണ്ടി പറ്റുന്ന ഒരു ഫുൾ ഡിജിറ്റൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ, അതായത് 4x4ന്റെ എൻഗേജ്മെന്റും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ചസും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലായിട്ട് കാണാം കേട്ടോ. പിന്നെ ഇതൊരു AC ക്യാബിനൂടെയാണ് കേട്ടോ. അതേപോലെ ട്രാൻസ്മിഷന്റെ കാര്യം നോക്കുവാണെങ്കിൽ 6 ഫോർവേഡും 3 റിവേഴ്സും ആണ് ഇതിലുള്ളത്. അതേപോലെ എഞ്ചിൻ നോക്കുവാണെങ്കിൽ ക്യുമിൻസിന്റെ എഞ്ചിനാണ്. 173 HP പവറുള്ള ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ സേഫ്റ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു മെഷീൻ വന്നിട്ടുള്ളത്. അതായത് ലോഡ് മൂവ്മെന്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്,
ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ആന്റി സ്വാപ്പ് കൺട്രോൾ ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് സേഫ്റ്റിക്ക് കുറേയധികം ഇമ്പോർട്ടൻസും TA കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു മോഡലില്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഭാഗത്തിരിക്കുമ്പോൾ പറയാൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ, ഈ ഒരു വെഹിക്കിളിന്റെ ലിഫ്റ്റിംഗ് ആ ഒരു ഹൈറ്റ് എത്രയാണെന്നറിയോ? 12.6 മീറ്റർ ആണ് ലിഫ്റ്റിംഗ് ഹൈറ്റ് പറയുന്നത്. 8 ടൺ വരെയുള്ള ലിഫ്റ്റിംഗ് കപ്പാസിറ്റിയും ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വീൽ ബേസ് വരുന്നത് 4200 mm ആണ് കേട്ടോ. അപ്പൊ ഓവറോൾ ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റും അല്ലെ ഇതുപോലെ നല്ല പ്രൊഡക്റ്റുകളും ഉണ്ടാവാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അല്ലേ? അടുത്ത പ്രൊഡക്റ്റ് നോക്കിയാലോ. ഇനി ഇവിടെയുള്ള അടുത്ത പ്രൊഡക്റ്റ് ജസ്റ്റ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ക്രെയിൻ ആണ്. അതായത് ഈ ഒരു ക്രെയിൻ നോക്കിയേ, ക്യാരി കിങ് 515 ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്രെയിൻ ആണ്. അതായത് സെഗ്മെന്റിൽ ഇതുവരെ ഇങ്ങനെ ഒരു ക്രെയിൻ ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പിന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രെയിനും കൂടിയാണ്. അതായത് കോമ്പറ്റീറ്റേഴ്സിനൊക്കെ പൊതുവെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒഴിവായിക്കൊണ്ട് കൂടുതൽ എഫിഷ്യൻസിയിലും കൂടുതൽ സ്റ്റെബിലിറ്റിയിലും വന്നിട്ടുള്ള മോഡലാണിത്. ശരിക്കും പറഞ്ഞാൽ PAX EF 215 എന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു ഓൾഡ് മോഡൽ. ഇപ്പം ന്യൂ വണ്ണാണ് ക്യാരി കിങ് 515 എന്നുള്ള മോഡൽ. ഈ ഒരു ക്രെയിനിന്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 15 ടൺ കപ്പാസിറ്റി ആണ് കേട്ടോ ഭാരം വഹിക്കാൻ വേണ്ടി പറ്റുന്നത്. അത് മാത്രമല്ല ബൂമിന്റെ ലെങ്ത് ആണെങ്കിലും ഒരു 17 മീറ്ററോളം ബൂം ലെങ്ത് കിട്ടുന്നുണ്ട്. ഒരു 4 സെക്ഷനിലായിട്ടാണ് അത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ക്രെയിൻ ഒരു 3 രീതിക്ക് യൂസ് ചെയ്യാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ക് ആൻഡ് ക്യാരി കപ്പാസിറ്റി വരുന്നുണ്ട്. 2 ഈ ഒരു ഡെക്ക് ആൻഡ് ക്യാരി ഓപ്ഷൻ വരുന്നുണ്ട്. 3ാമത്തെ 360 ഡിഗ്രിയിലുള്ള ആ റൊട്ടേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റു പല കോമ്പറ്റീറ്റേഴ്സിനും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് എന്തെങ്കിലും തിങ്സ് ക്യാരി ചെയ്ത് വരുവാണെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ്, അത് അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റിയിലുമാണ് ഈ ഒരു ഭാഗം ഉള്ളത് കേട്ടോ. അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4x4 ആക്സിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 4x സ്റ്റീറും കിട്ടുന്നുണ്ട്. അതായത് ഫ്രണ്ട് വീല് ടേൺ ചെയ്യുന്ന പോലെ തന്നെ റിയർ വീലും നമുക്ക് ടേൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റഫ് ആയിട്ടുള്ള ടെറൈൻസിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മെയിൻ. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അശോക് ലേലാൻഡിന്റെ 130 HP പവറുള്ള ഒരു എഞ്ചിനാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം പവറുള്ള എഞ്ചിനാണ്. ഇത്രയും ഹൈഡ്രോളിക്സും കാര്യങ്ങളും എല്ലാം ഓപ്പറേറ്റ് ചെയ്യണമല്ലോ. അപ്പം അത്രയും നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് അശോക് ലേലാൻഡ്. അത് കൂടാതെ ഇവരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇപ്പം ഷാസിയുടെ അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ബ്രാൻഡ് സൈഡിൽ നിന്ന് ഇത്രയും നല്ല ക്വാളിറ്റിയിലും ഇത്രയും ഡ്യൂറബിലിറ്റിയിലും പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കും പ്രൗഡായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ. അതേപോലെ മുന്നേ പറയാൻ പറ്റിയ ഒരു കാര്യം കഴിഞ്ഞാൽ ഈ ഒരു ഡെക്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 ടൺ ആണ് കേട്ടോ. ക്യാബിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈവർ സീറ്റ് ഉണ്ടല്ലോ, നമുക്കത് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഡ്രൈവർ സീറ്റ് വന്നിട്ടുള്ളത്. അതായത് ഡ്രൈവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വെഹിക്കിളിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈസിയാണ്. അതായത് ഓപ്പറേറ്റ് ചെയ്യാനും കുറച്ച് ഫ്രണ്ട്ലി ആവുന്ന രീതിയിൽ റിയർ സൈഡിലേക്ക് ഒരു ഗ്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നല്ലൊരു വിസിബിലിറ്റിയിലാണ് ഓവറോൾ ഇൻസൈഡ് കാണുന്നത്. അതേപോലെ മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 26.5 km/h ആണ് കേട്ടോ. ക്യാബിനാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തത് എന്താ വലിയൊരു ക്യാബിന്റെ ഭാഗമല്ലേ, ഇതൊരു ട്രക്ക് മൗണ്ടർ ക്രെയിൻ ആണ് കേട്ടോ. TMS 885 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. 85 ടൺ കപ്പാസിറ്റിയിൽ വരുന്ന ഒരു ട്രക്ക് മൗണ്ടർ ക്രെയിൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ട്രക്ക് ട്രെയിൻ എന്ന് പറയാം കേട്ടോ, കാരണം ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നോണ്ട്. അപ്പം ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെഗ്മെന്റിലേക്ക് ഈ ഒരു 85 ടണ്ണിന്റെ ഈ ഒരു മോഡലേ മാത്രമേ ഉള്ളൂ. അതായത് 80 ടണ്ണേ ഉണ്ടായിരുന്നു മുന്നേ ഒരെണ്ണം, പിന്നെ ഉള്ളത് 100 ടണ്ണെയാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഒരു 85 ടൺ കപ്പാസിറ്റിയിൽ കിട്ടുന്ന ഒരു ട്രക്ക് ട്രെയിൻ ആണ് കേട്ടോ ഈ കാണുന്നത്. പ്രത്യേകതകൾ പറഞ്ഞുതരാം. നമുക്ക് കണ്ടിന്യൂസ് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മോഡലാണിത്, അതും 2.5 മീറ്റർ റേഡിയസിൽ. ഇനി മറ്റ് പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ 2 ക്യാബിൻ വരുന്നുണ്ട് കേട്ടോ. ഡ്രൈവർ ക്യാബിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത്യാവശ്യം വലിയ ക്യാബിൻ സ്പേസ് ആണ്. അതേപോലെ ഓപ്പറേറ്റർ ഭാഗം വരുന്നത് ആ ഒരു സൈഡിലാണ്. അപ്പം ഒരു ഡ്രൈവറും ഒരു ഓപ്പറേറ്ററും വേണം ഇത് ടോട്ടലി ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അല്ലാതെ ഡ്രൈവേഴ്സിന് സ്ട്രെയിറ്റ് പോയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുമില്ല, സെപ്പറേറ്റ് 2 ആളുകൾ വേണം. പിന്നെ ഇതൊരു 8x4 മോഡലാണ് കേട്ടോ. അതായത് 4x4 സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. അത്യാവശ്യം ഏതൊരു ടെറൈനിലും നമുക്ക് കൊണ്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്ര ക്യാപ്പബിലിറ്റിയിലാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. അതുപോലെ സ്റ്റെബിലിറ്റി പാർട്ട് പറഞ്ഞാലും നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി ഉണ്ട്. സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി 4ഓളം ഒരു റിഗേഴ്സ് വരുന്നുണ്ട്. അത് കാണാം, ഫ്രണ്ടിൽ പറഞ്ഞുകൊണ്ട് സൈഡ്സിലൊക്കെ ആയിട്ട് റിഗേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ട്രക്ക് മൗണ്ടർ ട്രെയിനിന്റെ പ്രധാനപ്പെട്ട ഭാഗം ബൂമിന്റെ ലെങ്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 12.1 മീറ്റർ ടു 43.8 മീറ്ററിലേക്കാണ് കേട്ടോ. അതായത് മാക്സിമം ആ ഒരു ലെങ്ത് വരുന്നത് വെച്ചാൽ 43.8 മീറ്റർ ആണ്. അതായത് 5 സെക്ഷനിലായിട്ടാണ് വരുന്നത്. നമുക്ക് കാണുമ്പോഴത്തേക്ക് അറിയാം 5 സെക്ഷനിൽ വന്നിട്ട് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ക്രെയിൻ വന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ശരിക്കും എക്സ്റ്റൻഷൻ ഒക്കെ ആയിട്ട് ലാറ്റിസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഈ വെഹിക്കിളിന്റെ ടോട്ടൽ GVW എന്ന് പറയുന്നത് 50 ടൺ ആണ് കേട്ടോ. കൂടാതെ ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
കൊമൻസിന്റെ QSP67 260 HP പവർ ഉള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. RPM റേറ്റ് നോക്കുവാണെങ്കിൽ 2200 RPM-ലൊക്കെ കിട്ടുന്ന ഒരു 260 HP പവർ കിട്ടുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഓവറോൾ ഗിയർ ബോക്സിന്റെ സെറ്റപ്പും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ 9 ഫോർവേഡും 1 റിവേഴ്സും ആണ് വരുന്നത്. ഫുള്ളി മെക്കാനിക്കൽ സിൻക്രോമെഷ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ഹെവി ഡ്യൂട്ടി ആക്സിലൊക്കെയാണ് ടോട്ടലി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലോഡ് ക്യാരി ചെയ്യുന്നതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ ആക്സിലും പവർ ട്രെയിൻസും കാര്യങ്ങളും എല്ലാം തന്നെ വെരി പവർഫുൾ തന്നെയാണ്. അപ്പൊ ഓവറോൾ TL സൈഡിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളൊക്കെ കണ്ടല്ലോ. മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആയിട്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള മാനുഫാക്ചർ ആണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ്. സെയിൽസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും നമുക്കിപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രോഡക്റ്റ്സ് ആണല്ലോ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മാത്രമല്ല, ഏതെങ്കിലും ചെറിയ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയൊക്കെ ഈ മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യാറുമുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഓവറോൾ എനിക്ക് കുറച്ച് പുതിയ അറിവുകൾ കിട്ടി, നിങ്ങൾക്കും കുറച്ച് പുതിയ അറിവുകളാണ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ മുന്നിൽ ഓഫീസിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം. താങ്ക്